ചാടി മഞ്ഞപ്പുൽ ചാടി ചമലപ്പുൽ ചാടി പുള്ളിപ്പുൽ ചാടി. വയനാട്ടിലെ ചെതലയം പൂവഞ്ചി കോളനിയിൽ നിന്ന് ഒറ്റ സിനിമയിലൂടെ കേരളത്തിന്റെ മനം കവർന്ന മണി. ചാടി നടക്കണ പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി. ഫോട്ടോഗ്രാഫറിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം. എന്നാൽ ഇതോടെ തീർന്നു മണിയും സിനിമാ ലോകവുമായുള്ള ബന്ധം. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ മണി സ്വന്തമായി സ്ഥലവും വീടുമില്ലാതെ കഷ്ടപ്പെടുന്ന വാർത്ത മാതൃഭൂമിയിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. ഇതിനെ തുടർന്നാണ് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടന മണിക്ക് വീട് നൽകാനുള്ള ചുമതല ഏറ്റെടുത്തത്. പൂവഞ്ചി കോളനിയിൽ മണിയുടെ ഭാര്യാമാതാവ് വിട്ടു നൽകിയ സ്ഥലത്താണ് 400 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വീട് നിർമ്മിച്ചത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വീട്ടിൽ കിടപ്പുമുറിയും ഹാളും അടുക്കളയും ശൗചാലയവുമാണുള്ളത്. ഇതോടൊപ്പം അത്യാവശ്യമുള്ള വീട്ടുപകരണങ്ങളും നൽകിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും കയറി കിടക്കാൻ ഒരിടം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മണി പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ കുറേ പേരെടുത്ത് എല്ലാം വീടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എല്ലാവരും പറയുന്നത് ചെയ്തുതരാമെന്ന്. പക്ഷെ ഇവർ കൊല്ലത്തുനിന്ന് വന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഞാൻ വരെ പണിക്ക് കൂടിയിട്ടില്ല. അവരെന്നെ മൊത്തമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഇതായി ചെയ്ത് തന്നിട്ടുണ്ട്. സന്തോഷമായി എനിക്ക്. പൂവഞ്ചി കോളനിയിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ വീടിന്റെ താക്കോൽ മണിക്കും ഭാര്യ പവിഴത്തിനും കൈമാറി. വളരെ വർഷങ്ങളായ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദിവാസി സമൂഹത്തെ ഉന്നമനത്തിനായി ധാരാളം പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും വളരെ പരിതാപകരമായ നിലയിലാണ് അവരുടെ സ്ഥിതി. വീടില്ല, സ്ഥലമില്ല, ഉള്ള വീടുകൾ പരിതാപകരമാണ്. മുൻ കേന്ദ്രമന്ത്രിയും ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റുമായ ഡോക്ടർ S കൃഷ്ണകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. വയനാട്ടിൽ 25,000-ഓളം ആദിവാസി വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് HRDSന്റെ പദ്ധതി. മാതൃഭൂമി ന്യൂസ്, വയനാട്.